അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസ്ജിദു തൻഈം, മസ്ജിദു ജിഅ്റാന. വലതുഭാഗത്ത് നഈം മലയും ഇടതുഭാഗത്ത് നാഇം മലയും ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തൻഈം എന്ന പേര് വന്നത്. ഈ മലമ്പ്രദേശത്തിന് നുഅ്മാൻ എന്നാണ് പേര്. മസ്ജിദ് ഉംറ എന്നും പള്ളിക്ക് പേരുണ്ട്. ഹറമിൻ്റെ അതിർത്തിയോട് ഏറ്റവും അടുത്ത സ്ഥലമാണിത്. മസ്ജിദു സയ്യിദത്തി ആയിഷ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജത്തുൽ വദായിൽ സംബന്ധിച്ച മഹദി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലത്താണ് പള്ളി നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആയിഷ ബീവിക്ക് ആർത്തവ രക്തമുണ്ടായി. കഅബ തവാഫ് ഒഴികെ ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും മഹദി ചെയ്തിരുന്നു. ശുദ്ധിയായപ്പോൾ അവർ തവാഫ് ചെയ്തു. ആയിഷ ബീവി ചോദിച്ചു, നബിയെ, നിങ്ങളൊക്കെ ഹജ്ജും ഉംറയുമായി മടങ്ങുന്നു, ഞാൻ ഹജ്ജ് മാത്രവുമായിട്ടാണോ മടങ്ങേണ്ടത്? അപ്പോൾ തിരുനബി മഹദിയുടെ സഹോദരനായ അബ്ദുറഹ്മാനോട് കൽപ്പിച്ചു, ആയിഷയെയും കൊണ്ട് നീ തൻഈമിലേക്ക് പോകുക. അങ്ങനെ മഹദി അവിടെ പോയി ഇഹ്റാം ചെയ്ത് ദുൽഹിജ്ജ മാസത്തിൽ തന്നെ ഹജ്ജിന് ശേഷം ഉംറ ചെയ്തു. മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ജിഅ്റാന. ഹറമിൻ്റെ അതിർത്തിയിലാണ് മസ്ജിദുൽ ജിഅ്റാനത്ത് സ്ഥിതി ചെയ്യുന്നത്. മക്ക നിവാസികൾ ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിക്കുന്നു. ശാഫിഈ, മാലിക്കി, ഹംബലി എന്നീ 3 മദ്ഹബുകൾ അനുസരിച്ച് മക്കയിലെ ഉംറയുടെ മീഖാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വെച്ച് ഇഹ്റാം ചെയ്തതായിരുന്നു കാരണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫ് യുദ്ധത്തിൽ നിന്ന് മടങ്ങിയ ശേഷം ജിഅ്റാനയിലേക്ക് പോയി. ഹവാസിൻ ഗോത്രക്കാരുടെ ആട്ടിൻ പറ്റങ്ങളെ അവിടെ തടഞ്ഞു വെച്ചിരുന്നു. ഖേദിച്ചു വരുന്ന ഹവാസിൻ പ്രതിനിധികളെ പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 രാത്രി ജിഅ്റാനത്തിൽ താമസിച്ചു. അങ്ങനെ മദീനയിലേക്ക് തിരിക്കാൻ ഉദ്ദേശിച്ച തിരുനബി ഒരു രാത്രിയിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് മക്കയിൽ പ്രവേശിച്ചു. തവാഫും സഅയും ചെയ്ത് മുടി കളഞ്ഞ ശേഷം അന്ന് രാത്രി തന്നെ ജിഅ്റാനത്തിലേക്ക് മടങ്ങി. അവിടെ രാപ്പാർക്കുന്ന വിധം എത്തി. ജിഅ്റാനത്തിൽ വെച്ച് തിരുനബി തൻ്റെ മുലകുടി മാതാവായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹായെ 2ാം തവണയും കാണുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ജിഅ്റാനത്തിൽ വെച്ച് കണ്ടു. ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് തിരുനബിയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് തട്ടം എടുത്ത് വിരിച്ചു കൊടുത്ത് അവർ അതിലിരുന്നു. അതാരാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത ഉമ്മയാണെന്നവർ മറുപടി പറഞ്ഞത്. മക്കയിലെ മറ്റൊരു മസ്ജിദാണ് മസ്ജിദുൽ ഹുദൈബിയ. ഇന്ന് ഷുമൈസി പള്ളി എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. മക്കയിലേക്കുള്ള റൂട്ടിലാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം മക്കയിലെ ഹറമിൽ പ്രവേശിച്ചതായി സ്വപ്നം കണ്ടു. ഒരു ഉംറ ചെയ്യാൻ തിരുനബി കരുതുകയും ചെയ്തു. സ്വഹാബത്തിനോടൊപ്പം പുറപ്പെട്ടു. ഹുദൈബിയയിലെത്തിയപ്പോൾ മുശ്രിക്കുകൾ മക്കയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞു. അവരുമായി സംസാരിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തിരുനബി നിയോഗിച്ചു. നാം ആരുമായും യുദ്ധത്തിന് വന്നതല്ലെന്നും നീ അവരോട് പറയുക എന്നായിരുന്നു തിരുനബിയുടെ നിർദ്ദേശം. ഖുറൈശികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി എന്ന വിവരമാണ് തിരുനബിക്ക് പിന്നീട് കിട്ടിയത്. എങ്കിൽ നാം അവരോട് യുദ്ധം ചെയ്യുക തന്നെ എന്ന് അവിടുന്ന് പറഞ്ഞു. യുദ്ധത്തിന് ഉടമ്പടി ചെയ്യാൻ സ്വഹാബത്തിനെ തിരുനബി തയ്യാറാക്കി. ഹുദൈബിയയിലെ ഒരു പച്ചമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് തിരുനബിയുമായി മുസ്ലിംകൾ ബൈഅത്ത് ചെയ്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ബൈഅത്തു റിദ്വാൻ. സൂറത്തുൽ ഫത്ഹിൽ പറയുന്നുണ്ട്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്തശ്ശജറ. വൃക്ഷത്തിന് താഴെ വെച്ച് തങ്ങളോട് ഉടമ്പടി ചെയ്ത സത്യവിശ്വാസികളെ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്.
തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്, തങ്ങളോട് ബൈഅത്ത് ചെയ്തവർ അള്ളാഹുവിനോടാണ് ബൈഅത്ത് ചെയ്തത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹീത കരം അവരുടെ കരങ്ങൾക്ക് മീതെയാണ്. അങ്ങനെ മക്ക നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉണ്ടാക്കിയ ഹുദൈബിയ സന്ധി ഇതിൻ്റെ ഉടനെയായിരുന്നു. ഈ വർഷം മടങ്ങിപ്പോകണമെന്നും അടുത്ത വർഷം ഉംറ നിർവഹിക്കാൻ വരാമെന്നുമാണ് കരാർ. ഹിജ്റ 6-ാം വർഷത്തിലാണ് ഇത് സംഭവം നടന്നത്.